ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഏകദേശം ഒരു 1 കിലോമീറ്റർ അകലത്തിലിതാ മദർ ഹോം ധ്യാന കേന്ദ്രത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കണം ഈ കാണൊരു 80 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ റോഡ് വരുന്ന പരിയാരത്ത് നിന്ന് വരുന്ന റോഡാണ്. ടാറിങ് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത് വെക്കുന്ന വീടുകളെല്ലാം ഉണ്ട്. നമ്മളെ സ്ഥലത്തിൻ്റെ അതിരിതാക്കണേ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം 80 സെൻറ്റ് സ്ഥലം ഇതേപോലെ നല്ല റോഡ് ലെവലിൽ കിടക്കുന്ന നല്ല കിടിലൻ പ്ലോട്ട് തന്നെയാണ്. കുളപ്പുറം ഈസ്റ്റ് ആണ് നമ്മളെ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഈ ഒരു സൈഡ് നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് വെക്കണം നമുക്ക് പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. അയൽവാസികളായിട്ട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ പോയാലാണെങ്കിലും ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ റോഡ് നമുക്ക് റോഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജോടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നമുക്ക് മദർ ഹോമിൻ ധ്യാന കേന്ദ്രമാണ് ഈ ഒരു സൈഡിൽ നമുക്ക് അതിൽ വരുന്നത് കേട്ടോ. ഈ കാണുന്നത് തന്നെയാണ് മദർ ഹോം ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ നേരെ മതിലിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ്. മൊത്തം 80 സെന്റ് സ്ഥലമാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടോട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ്. മൊത്തം 80 സെന്റ് സ്ഥലമാണ് ഉള്ളത്. നമ്മളെ ഒരു പ്ലോട്ടിൽ നിന്ന് കണ്ണൂരിനൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 34 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ. അതുപോലെ നമുക്ക് തളിപ്പറമ്പിനൊക്കെ ആണെങ്കിൽ ഏകദേശം 12 കിലോമീറ്റർ ദൂരമുള്ള. പിന്നെ നമ്മളെ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജ് നമുക്ക് ചെറുതാഴാണ് വരുന്നത്. താലൂക്ക് വരുന്നത് തളിപ്പറമ്പ് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഒരു അതിരും കൂടി ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം അല്ലേ? ഈ ഭാഗത്തുള്ള അതിര് ഈ മതിൽക്കെട്ട് തന്നെയാണ് നമുക്ക് ഈ സൈഡിലുള്ള അതിര് എന്ന് പറയുന്നത്. കുറച്ച് മഴയൊക്കെ ആയിട്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു പ്ലോട്ടിനകത്തുണ്ട്. കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് കഴിഞ്ഞാൽ നല്ല ലെവലിൽ റോഡ് ലെവലായിട്ട് തന്നെ കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ്. നല്ല ലെവലിൽ കിടക്കുന്ന സ്ഥലം. ഇപ്പൊ കുറച്ച് കാടിലുണ്ട്. നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് അതിന്റെ ഉള്ളിലത്തെ വിഷ്വൽസ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഈ സൈഡ് പോയിട്ട് ലാസ്റ്റ് വരെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആശ്രമത്തിന്റെ അടുത്ത് അത് ധ്യാന കേന്ദ്രത്തിന്റെ അടുത്ത് വീട് അത് പള്ളിയുടെ അടുത്തൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ്. മൊത്തം 80 സെന്റ് സ്ഥലമാണ് അല്ലേ? അതെ, ഇതാണ് നമ്മളെ ധ്യാന കേന്ദ്രമാണ്. പ്രാർത്ഥന എല്ലാം നടക്കുന്നുണ്ട് അവിടെ. പിന്നെ അത്യാവശ്യം നല്ല ഈ സൈഡ് അതിര് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഈ ഒരു സൈഡ് നല്ല ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? അതെ. ഇനിയിപ്പോൾ പ്ലോട്ടിനകത്തോട്ട് ഒരു വഴിയൊക്കെ ആക്കി കഴിഞ്ഞാൽ പ്ലോട്ടിന്റെ ലാസ്റ്റ് വരെ നമുക്ക് വണ്ടി കൊണ്ട് ചെല്ലാനുള്ള സൗകര്യത്തിന് വഴിയെല്ലാം പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മുറിച്ച് കൊടുക്കുകയും ചെയ്യും. 10 സെന്റ് 5 സെന്റ് 10 സെന്റ് 20 സെന്റ് അങ്ങനെ പ്ലോട്ട് ആക്കിയിട്ട് മുറിച്ച് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതാണ് ധ്യാന കേന്ദ്രം. ഇതാണ് ഇതിന്റെ നേരെ ചാരി മതിലിനോട് ചേർന്ന് കിടക്കുന്നത്. അങ്ങനെ കാണുന്നത് തന്നെയാണ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഇവിടം വരെയാണ് ഇതിന്റെ അതിര് എൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വന്ന ഫ്രണ്ട് ഭാഗമാണ്. പിന്നെ പ്ലോട്ടിലോട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാണ് ഇപ്പോൾ കഴിയുള്ളൂ അല്ലേ? നമുക്ക് ഈ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ജസ്റ്റ് നമുക്ക് ഏകദേശം കാണാമല്ലോ. അപ്പോൾ ഇത്രയാണ് നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇത് മേടിച്ച് കഴിഞ്ഞാൽ വീട് വെക്കാൻ ഇപ്പോൾ എല്ലാ ക്വാർട്ടേഴ്സൊക്കെ തുടങ്ങണമെങ്കിൽ ക്വാർട്ടേഴ്സൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അതെ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 1.25 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ വിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കച്ചവടം ഒന്നും നടക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളൂ. നമ്മളവിടെ വന്നിട്ട് പാർസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള എല്ലാ സംഭവ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 98 95 18 18 86 പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങൾ ഫ്രണ്ട്സിലോ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അതെ, ബൈ.